നമസ്കാരം. കമ്മിക്കൂട്ടങ്ങൾക്ക് എത്ര ചൊറിഞ്ഞിട്ടും ചൊറിച്ചിൽ അങ്ങോട്ട് മാറുന്നില്ല. തിരുവനന്തപുരം നഗരസഭ BJPക്ക് വെറുതെ വഴിയിൽ കിടന്ന് കളഞ്ഞു കിട്ടിയതല്ല. തിരുവനന്തപുരത്തെ ജനങ്ങൾ നിങ്ങളുടെ ഭരണം മടുത്ത് ഇത്രയും നാളും ഈ BJP പാർട്ടിക്കെതിരെ നടത്തിയ അപവാദ പ്രചരണങ്ങൾ തിരിച്ചറിഞ്ഞ് കയ്യിൽ വെച്ചുകൊടുത്തതാണ്. അന്നു മുതൽ കമ്മികൾക്ക് ചൊറിച്ചിലാണ്. കമ്മികൾക്ക് മാത്രമല്ല, കൊങ്ങികളും മാറി നിന്ന് കരയുന്ന കാഴ്ച പലവട്ടം കണ്ടതാണ്. ഇപ്പോൾ പുതിയൊരാവശ്യവുമായാണ് കമ്മിക്കൂട്ടങ്ങൾ വന്നിരിക്കുന്നത്. അവർക്ക് VV രാജേഷ് എന്ന തിരുവനന്തപുരം മേയറെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെയും ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. അതിനുവേണ്ടി എന്ത് നാണം കെട്ട നാറിയ കളിക്കും തയ്യാറാണെന്ന് കമ്മികൾ പിന്നെയും തെളിയിക്കുകയാണ്. ഒരല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇത്തരത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ പിടിച്ചിറക്കി അവിടെ കയറിയിരിക്കാൻ വേണ്ടി ശ്രമിക്കില്ല. അല്ലെങ്കിലും വിളിക്കാത്തിടത്ത് പോയി ചോറുണ്ട് ശീലിച്ചവർക്ക് അത് മാത്രമേ അറിയൂ. അധികാരത്തിൻ്റെ കസേരകൾ അതൊരിക്കലും സ്ഥിരമല്ല. ഇന്നത് ഒരാളുടേതാണെങ്കിൽ നാളെ മറ്റൊരാളുടേതാകും. പക്ഷേ ജനങ്ങൾ വിരലിൽ മഷി പുരട്ടി എഴുതുന്ന വിധി ചരിത്രത്തിൽ അത്ര എളുപ്പത്തിൽ മായുന്നൊന്നല്ല. അതിനെ ചോദ്യം ചെയ്യാൻ ജനാധിപത്യ നിയമത്തിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. അതേസമയം നിയമത്തിൻ്റെ വാതിൽ മുട്ടുന്ന ഓരോ രാഷ്ട്രീയ നീക്കവും ജനങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയർത്തുകയും ചെയ്യുന്നു. ഈ പോരാട്ടം നിയമത്തിന് വേണ്ടിയാണോ അതോ നാറിയ രാഷ്ട്രീയ കളിയോ? വർഷങ്ങളായി ഇടതുമുന്നണിയുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കപ്പെട്ടിരുന്ന നഗരസഭയിൽ BJP അധികാരത്തിലെത്തിയത് വെറും അക്കങ്ങളുടെ വിജയമായിരുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളെ തന്നെ മാറ്റിമറിച്ച സംഭവമായിരുന്നു അത്. ആ വിജയത്തിന് പിന്നാലെ തുടങ്ങിയ നിയമ പോരാട്ടം ഇപ്പോൾ പുതിയ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും തിരഞ്ഞെടുപ്പ് ചോദ്യം ചെയ്ത് ഇടതുമുന്നണി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അവരുടെ വാദം നിയമപരമായ നടപടിക്രമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തിരഞ്ഞെടുപ്പിന്റെ സാധുത ചോദ്യം ചെയ്തിരിക്കുന്നത്. കോടതി ആ വാദം പരിശോധിക്കും, നിയമപരമായ ശരി തെറ്റുകൾ വിലയിരുത്തും. അതാണ് ഭരണഘടനാപരമായ രീതി. എന്നാൽ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്. ജനവിധിയിൽ പരാജയപ്പെട്ട ശേഷം കോടതിയെ ഇങ്ങനെ പലതരത്തിൽ സമീപിക്കുന്നത് എതിർപക്ഷത്തിന്റെ അവകാശമാണെങ്കിലും ജനങ്ങൾ ചവിട്ടി പുറത്താക്കിയിട്ടും നിയമത്തിന്റെ ഊടുവഴിയിൽ കൂടി വീണ്ടും അവിടെ കയറിയിരിക്കാൻ നോക്കുന്നത് ഒരുതരം നാണം കെട്ട കളിയല്ലേ എന്ന്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പുകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CPM പാർലമെന്ററി പാർട്ടി ലീഡർ SP ദീപകാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയ കൗൺസിലർമാരാണ് മേയർ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതെന്നും ഈ വോട്ട് നിയമപരമായി നിലനിൽക്കില്ല എന്നുമാണ് ഹർജിയിലെ വാദം. കൗൺസിലർമാരുടെ ഇതുവരെയുള്ള നടപടികൾക്കുള്ള നിയമസംരക്ഷണം കോടതി റദ്ദാക്കണമെന്നും അധികാരമില്ലാത്ത BJP കൗൺസിലർമാർ വോട്ട് ചെയ്തത് മുനിസിപ്പൽ ആക്ടിന് വിരുദ്ധമാണെന്നും ഹർജിയിലുണ്ട്. അപ്പീലിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനും 20 BJP കൗൺസിലർമാർക്കും നോട്ടീസ് അയച്ച കോടതി 3 ആഴ്ചയ്ക്കകം മറുപടി നൽകാൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. പല ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് ഹൈക്കോടതി അസാധുവാക്കിയത്. 4 ആഴ്ചയ്ക്കകം അംഗങ്ങൾ വീണ്ടും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും അതുവരെ കൗൺസിൽ അംഗമെന്ന അധികാരം ഉണ്ടായിരിക്കില്ല എന്നുമായിരുന്നു കോടതി ഉത്തരവ്. ഇതൊരു തരം കളിയാണ്. ഇനി ഒരിക്കൽ കൂടി വോട്ടെടുപ്പുണ്ടായാൽ സുഗതൻ ഉണ്ടാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഒരുതരം നാണം കെട്ട കളി. അപ്പോൾ ആ വോട്ട് ലഭിക്കാതെ BJP പുറത്താവുകയാണെങ്കിൽ ആ സ്ഥാനത്ത് കയറിയിരിക്കാമെന്നുള്ള അതിരുവിട്ട മോഹം. ദൃഢപ്രതിജ്ഞയോ ദൈവനാമത്തിലോ വേണം സത്യപ്രതിജ്ഞ ചെയ്യാനെന്നും ദൈവം എന്ന പദത്തിന് പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ ചട്ടങ്ങളിൽ നിർവചനമില്ല എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. കാപ്പ കേസിൽ ജയിലിലായ സുഗതന്റെയും സത്യപ്രതിജ്ഞ കോടതി അസാധുവാക്കി. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണമാറ്റം സംഭവിച്ചത് ഒരു ദിവസം കൊണ്ടല്ല. വർഷങ്ങളായി നഗരഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങളും വികസന ചർച്ചകളും ഭരണക്ഷമതയെക്കുറിച്ചുള്ള ആരോപണങ്ങളും ജനങ്ങളുടെ വിലയിരുത്തലുകളുമൊക്കെയാണ് ഒടുവിൽ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിജയം ഒരു യാദൃച്ഛിക രാഷ്ട്രീയ സംഭവമല്ല എന്നും ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഫലമാണ് എന്നുമാണ് സത്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പോരാട്ടവും നിയമ പോരാട്ടവും രണ്ടും സാധുവായ മാർഗങ്ങളാണ്. എന്നാൽ നിയമപോരാട്ടം രാഷ്ട്രീയ വിജയത്തിന് പകരമാകുമോ എന്നത് എന്നും ചർച്ചയായിട്ടുള്ള വിഷയമാണ്. കോടതിക്ക് നിയമം മാത്രമേ നോക്കാനാവൂ. ജനങ്ങളുടെ രാഷ്ട്രീയ വിധി മാറ്റിയെഴുതുക കോടതിയുടെ ലക്ഷ്യമല്ല. മറിച്ച് നിയമം ലംഘിക്കപ്പെട്ടോ എന്നതാണ് കോടതി പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വരുന്ന വിധി VV രാജേഷിന്റെയോ ആശാനാഥിന്റെയോ രാഷ്ട്രീയ ഭാവിയെ മാത്രം ബാധിക്കുന്നതാകില്ല. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കും ഈ വിധി ഒരു പ്രധാന മാതൃകയായേക്കാം. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട സാങ്കേതിക പിഴവുകൾ പിന്നീട് നടന്ന എല്ലാ നടപടികളെയും ബാധിക്കുമോ അതോ അവ തിരുത്താവുന്ന വീഴ്ചകളായി മാത്രം കാണണമോ എന്ന ചോദ്യത്തിനും വ്യക്തത ലഭിക്കും.
BJPയുടെ രാഷ്ട്രീയവാദം വ്യക്തമാണ്. ജനങ്ങൾ നൽകിയ അധികാരത്തെ ബഹുമാനിക്കണം, നിയമപരമായ വിഷയങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, പക്ഷേ ജനവിധിയെ രാഷ്ട്രീയപരമായി അംഗീകരിക്കാനും തയ്യാറാകണം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണത്തിലേറിയത് മുതൽ അവരെ ഭരിക്കാൻ അനുവദിക്കാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തിക്കൊണ്ട് ഇടതും വലതും മാറി മാറി വേട്ടയാടുകയാണ് എന്നതാണ് വാസ്തവം. കമ്മികൾക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എങ്കിലും നിങ്ങൾ തോറ്റു എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയണം. തോൽപ്പിച്ചത് BJPയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ല, നിങ്ങളെ വെറുത്ത ഭരണവിരുദ്ധ വികാരം കൊണ്ട് പൊറുതിമുട്ടിയ പൊതുജനങ്ങളാണ്. അവരുടെ വിധിയാണ് തലസ്ഥാനം ഭരിക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തന്മാരായ നേതാക്കളായിരിക്കണമെന്നുള്ളത്. നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിടത്ത് പിന്നെയും കടിച്ചു തൂങ്ങി ഞങ്ങൾക്ക് തന്നെ ഭരണം വേണമെന്ന് വാശി പിടിക്കുന്നത് BJP ഭരണം അട്ടിമറിക്കാൻ ഇമാതിരി ഉളുപ്പില്ലാത്ത നാടകം കളിക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ്. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കോടതി ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ അല്ല, 5 വർഷത്തിലൊരിക്കൽ നിശബ്ദമായി വിധി പറയുന്ന ജനങ്ങളാണ്. കോടതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി പറയും, എന്നാൽ രാഷ്ട്രീയത്തിന്റെ അന്തിമ വിധി വീണ്ടും ജനങ്ങളുടെ കൈകളിലേക്കാണ് മടങ്ങിയെത്തുക. അതിനാൽ തിരുവനന്തപുരം നഗരസഭയെ ചുറ്റിപ്പറ്റിയുള്ള ഈ പോരാട്ടം അവസാനിക്കുന്നത് കോടതി വിധിയോടെയാകാം, പക്ഷേ അതിന്റെ രാഷ്ട്രീയ പ്രതിധ്വനി അവിടെ അവസാനിക്കില്ല. ഓരോ വിധിയും പുതിയ ചർച്ചകൾക്ക് വഴിതെളിക്കും, ഓരോ ചർച്ചയും പുതിയ രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് നയിക്കും. ഒടുവിൽ ജനങ്ങളുടെ വിശ്വാസം നേടുന്നവർക്കൊപ്പമായിരിക്കും അധികാരം നിലനിൽക്കുക. ജനാധിപത്യത്തിന്റെ അതാണ് ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ സൗന്ദര്യവും. സുഗതൻ വഴി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അട്ടിമറിക്കാമെന്ന് കരുതിയവർക്ക് സുഗതൻ നിവർന്നു നിന്നുകൊണ്ട് എന്താണ് രാഷ്ട്രീയമെന്ന് കാണിച്ചു കൊടുത്തു. നേരായ വഴികളിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് പകരം വളഞ്ഞ വഴി സ്വീകരിക്കുന്നവർക്കുള്ള നല്ല ഉശിരനട്ടിയായിരുന്നു സുഗതൻ. അതോടുകൂടി ശബരിനാഥന്റെ കൊക്കും ചത്തു. എങ്കിൽ പിന്നെ എളുപ്പത്തിന് ഇനി VV രാജേഷിനെയും ആശാനാഥിനെയും താഴെയിറക്കാമെന്നായി. അതിന് കമ്മികൾ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരൽപ്പം പഞ്ചസാരയും തേയിലപ്പൊടിയും ഇട്ട് നല്ല ചൂടൻ കട്ടൻ ചായ ഉണ്ടാക്കി പരിപ്പ് വട കൂട്ടി കഴിക്കുന്നതായിരിക്കും ഉചിതം. തലസ്ഥാനം ഭരിക്കുന്നത് BJP തന്നെയാണ്. ആ ക്ഷീണം നിങ്ങൾക്കൊന്ന് ആറട്ടെ.